ആറ്റിങ്ങൽ സംസ്ഥാന തലസ്ഥാനമായ തിരുവനന്തപുരത്തെ രണ്ടാം പാർലമെന്റ് മണ്ഡലത്തിലും ബി.ജെ.പി. ഇറക്കിയിരിക്കുന്നത് ഒരു കേന്ദ്രമന്ത്രിയെയാണ്. ആറ്റിങ്ങലിൽ കഴിഞ്ഞ കുറി ശോഭാ സുരേന്ദ്രൻ പിടിച്ചെടുത്ത വോട്ടിന്റെ എണ്ണം കണ്ട് കണ്ണുമഞ്ഞളിച്ച ബി.ജെ.പി. കാലേക്കുട്ടി തന്നെയാണ് മണ്ഡലത്തിൽ പ്രവർത്തനം നടത്തിപ്പോന്നത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും മുമ്പ് തന്നെ കേന്ദ്രമന്ത്രി വി മുരളീധരൻ മണ്ഡലത്തിൽ തമ്പടിച്ച പ്രവർത്തനങ്ങളിലായിരുന്നു. 2019 കേരളത്തിലേക്ക് എത്തിയ രാഹുൽ ഗാന്ധി തരംഗത്തിൽ മണ്ഡലം ആറ്റിങ്ങലായി പരിണമിച്ച 2009 കാലം മുതൽ രണ്ട് തിരഞ്ഞെടുപ്പിൽ ഇടതുകൊടി പാറിച്ച എ സമ്പത്തിനെ കോൺഗ്രസിന്റെ അടൂർ പ്രകാശ് വീഴ്ത്തി. നിലവിൽ കോൺഗ്രസിന്റെ വിജയ തുടർച്ചയ്ക്കായി അടൂർ പ്രകാശ് തന്നെയാണ് ഇക്കുറിയും മത്സരിക്കുന്നത്. കയ്യിൽ നിന്ന് പോയ മണ്ഡലം തിരിച്ചുപിടിക്കാനായി തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി തന്നെയാണ് CPM ആറ്റിങ്ങലിൽ ഇപ്പോൾ ഇറക്കിയിരിക്കുന്നതും. CPM ജില്ലാ സെക്രട്ടറി മാത്രമല്ല, ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ വർക്കല നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള MLA കൂടിയാണ് ഇടത് സ്ഥാനാർത്ഥിയായ വി ജോയ്. തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ കേന്ദ്രമന്ത്രിയായ വി മുരളീധരന് വേണ്ടി BJP ഇറങ്ങിക്കളിച്ച മണ്ഡലത്തിൽ കൈപ്പത്തിക്ക് തുടർച്ചയാണോ ഉണ്ടാവുക, അതോ ചെങ്കൊടിക്ക് ഒരു മടങ്ങിവരമാണോ ഉണ്ടാവുക എന്നതാണ് പ്രധാന ചോദ്യം. ഒപ്പം ശോഭാ സുരേന്ദ്രൻ 2019 ഇടതിന്റെയും വലതിന്റെയും വോട്ടിൽ ചോർച്ച വരുത്തിയതിന്റെ ആവേശത്തിൽ താമരയ്ക്ക് ഒരു പുത്തൻ തുടക്കമുണ്ടാകുമോ എന്നും. 2024 പാർലമെന്റിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ശ്രദ്ധേയമായ ത്രികോണ മത്സരങ്ങൾ നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് ആറ്റിങ്ങൽ. തിരുവനന്തപുരം ജില്ലയിലെ വർക്കല, ആറ്റിങ്ങൽ, ചിറയൻകീഴ്, നെടുമങ്ങാട്, വാമനപുരം, അരുവിക്കര, കാട്ടാക്കട എന്നീ നിയമസഭാ മണ്ഡലങ്ങളാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ വരുന്നത്. 2009 ആറ്റിങ്ങൽ എന്ന പേരിൽ മണ്ഡല പുനഃക്രമീകരണം നടന്നതും ആദ്യ തെരഞ്ഞെടുപ്പ് നടന്നതും. അതിനു മുമ്പ് ചിറയൻകീഴ് മണ്ഡലമായിരിക്കുമ്പോൾ തന്നെ ഇടത് ആഭിമുഖ്യമുള്ള മണ്ഡലമെന്ന് തന്നെയായിരുന്നു ആറ്റിങ്ങൽ അറിയപ്പെട്ടത്. 1952 തിരുവിതാംകൂർ കൊച്ചിയുടെ ഭാഗമായ ചിറയൻകീഴിൽ ഇടത് സോഷ്യലിസ്റ്റ് സഖ്യത്തിന്റെ ഭാഗമായി മത്സരിച്ച വി പരമേശ്വരൻ നായരാണ് വിജയിച്ചത്. കേരള സംസ്ഥാന രൂപീകരണത്തിന് പിന്നാലെ 1957 62 നടന്ന തെരഞ്ഞെടുപ്പിൽ CPIയുടെ MK കുമാരൻ വിജയിച്ചു കയറി. തുടക്കം മുതലുള്ള ഇടത് ചൈവിന്റെ ബാക്കിപത്രമായി 1967 CPIയുടെ തന്നെ K അനിരുദ്ധൻ ജയിച്ചു. CPIയുടെ കുത്തക മണ്ഡലമായി മാറിയ ചിറയൻകീഴിനെ കോൺഗ്രസിനൊപ്പമാക്കി മാറ്റിയത് വയലാർ രവിയാണ്. 71 77 വയലാർ രവി മണ്ഡലം പിടിച്ചു. വയലാർ രവി തുടങ്ങിയ കോൺഗ്രസ് അനുഭവം പിന്നീട് 2 പതിറ്റാണ്ട് ആറ്റിങ്ങലിൽ കോൺഗ്രസ് മാത്രമാക്കി നിർത്തി. 80 കോൺഗ്രസിന്റെ അബൂബക്കർ അബ്ദുൾ റഹീമും 84 89 തലേക്കുന്നിൽ ബഷീറും ആറ്റിങ്ങലിനെ കൈപ്പത്തിയുടെ കീഴിൽ ഉറപ്പിച്ചു നിർത്തി. 89 CPMന്റെ സുശീല ഗോപാലനാണ് തലേക്കുന്നിലിനോട് പരാജയപ്പെട്ടത്. പക്ഷേ രണ്ടാം അംഗത്തിൽ 1991 തലേക്കുന്നിൽ ബഷീറിനെ വീഴ്ത്തി CPMന്റെ സുശീല ഗോപാലൻ ചിറയൻകീഴ് പിടിച്ചെടുത്തു. അതിൽ പിന്നെ ചെങ്കൊടിയ മണ്ഡലം കൈവിട്ടത് 18 കൊല്ലത്തിന് ശേഷമാണ്. 91 സുശീല ഗോപാലന് ശേഷം 96 എ സമ്പത്ത് മണ്ഡലത്തിൽ നിന്ന് ആദ്യമായി ജയിച്ചു. പിന്നീട് 98 99 2004 വർഷങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വർക്കല രാധാകൃഷ്ണൻ CPMന് വേണ്ടി കോട്ട കാത്തു. 2009 മണ്ഡല പുനഃക്രമീകരണത്തിൽ ആറ്റിങ്ങലായി മാറിയ ചിറയൻകീഴിൽ എ സമ്പത്ത് തന്റെ തുടർക്കഥ തുടങ്ങി. അന്ന് എ സമ്പത്ത് ആറ്റിങ്ങലിൽ വിജയക്കൊടി പാറിച്ചത് 18341 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ്. 2014 കോൺഗ്രസിന്റെ ബിന്ദു കൃഷ്ണയെ തോൽപ്പിച്ച് 69378 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ സമ്പത്ത് മണ്ഡലം നിലനിർത്തി. എന്നാൽ 2019 കളം മാറി. UDFനായി കോൺഗ്രസിന്റെ അടൂർ പ്രകാശും LDFനായി CPMന്റെ സിറ്റിംഗ് MP എ സമ്പത്തും NDAക്കായി BJPയുടെ ശോഭാ സുരേന്ദ്രനും കളത്തിലിറങ്ങിയതോടെ ആറ്റിങ്ങലിന്റെ 2 പതിറ്റാണ്ടോളം നീണ്ടുനിന്ന ഇടത് ചായ്വ് കാണാമറയത്തായി. രാഹുലിന്റെ തെക്കേ ഇന്ത്യയിലേക്കുള്ള വരവിൽ UDF തരംഗം കേരളം ആകെ ആഞ്ഞടിച്ചപ്പോൾ ഇടത് സിറ്റിംഗ് MP വീണു. 38,247 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസിന്റെ അടൂർ പ്രകാശ് മണ്ഡലം വീണ്ടെടുത്തു. മണ്ഡലം നിലനിർത്താൻ അടൂർ പ്രകാശിനെ തന്നെയാണ് കോൺഗ്രസ് ഇക്കുറിയും ഇറക്കിയിരിക്കുന്നത്. സിറ്റിംഗ് MPമാരെ നിലനിർത്തി പോരാടുന്ന കോൺഗ്രസ് വോട്ടിംഗ് ഷെയറിൽ കൂടി കണ്ണുവെച്ചാണ് മണ്ഡലത്തിൽ ഇറങ്ങുന്നത്. 2014 10.53% വോട്ടിൽ നിന്ന് ഇടതും വലതുമുള്ള വോട്ട് പിടിച്ച 24.97% ഉയർത്തിയ BJPയെ കുശാഗ്രബുദ്ധിയോടെയാണ് LDFും UDFും നോക്കിക്കാണുന്നത്. 2014 90,000 വോട്ട് പിടിച്ച BJP ശോഭാ സുരേന്ദ്രനിലൂടെ 2019 2,48,081 വോട്ടാണ് പിടിച്ചത്. ഇക്കുറി സാമുദായിക വോട്ടിലടക്കം കണ്ണുവയ്ക്കുന്ന പാർട്ടികൾക്ക് മുന്നിൽ ഒരേ സമുദായത്തിൽ നിന്നുള്ള 3 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നതെന്നും നിലവിലെ സാഹചര്യത്തിൽ നിർണായകമാണ്. BJPയിലെ കേരളത്തിലെ ചേരിതിരിഞ്ഞുള്ള പോരിൽ ശോഭാ സുരേന്ദ്രനും വി മുരളീധരനും രണ്ടിടത്താണെങ്കിലും ശോഭ പിടിച്ച 1.5 ലക്ഷത്തിലധികം വോട്ട് കണ്ടുതന്നെയാണ് തിരഞ്ഞെടുപ്പിന് മുമ്പേ മുരളീധരൻ ആറ്റിങ്ങലിൽ പ്രചാരണത്തിനിറങ്ങിയത്. 11-6 എന്നതാണ് മണ്ഡലത്തിൽ ഇടതും വലതും നേടിയ വിജയങ്ങളുടെ എണ്ണം. മണ്ഡലത്തിൽ തീരദേശ വോട്ടുകൾ നിർണായകമാണെന്നിരിക്കെ മണ്ഡലഭാഗമായ മുതലപ്പൊഴിയിൽ ഇടത് മന്ത്രിമാരായ വി ശിവൻകുട്ടി, ആന്റണി രാജു, GR അനിൽ എന്നിവരും നാട്ടുകാരുമായുണ്ടായ ഉലച്ചിൽ ഇടതുപക്ഷത്തെ തളർത്തുന്നുണ്ട്. തീരദേശ മേഖലയിൽ ഭരണവിരുദ്ധ വികാരം അലയടിക്കുന്നതിന്റെ സൂചനയായിരുന്നു മത്സ്യബന്ധന വള്ളം മറിഞ്ഞ് അപകടമുണ്ടായപ്പോൾ സന്ദർശിക്കാനെത്തിയ മന്ത്രിമാരെ നാട്ടുകാർ തടഞ്ഞ് സംഘർഷാവസ്ഥയുണ്ടായ സംഭവം.
ഷോ കാണിക്കരുതെന്ന് പറഞ്ഞ ഇടത് മന്ത്രിമാർ വിഷയത്തിൽ പ്രകോപിതരായതും തീരദേശത്ത് വലിയ ചർച്ചയും അമർഷവും ഉണ്ടാക്കിയിരുന്നു. ഈ തീരദേശ മേഖലയിലടക്കം തിരഞ്ഞെടുപ്പിന് മുമ്പേ പ്രചാരണം ശക്തമാക്കിയാണ് കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഇറങ്ങുന്നതെന്നും മണ്ഡലത്തെ നിർണായകമാക്കുന്നുണ്ട്. കേന്ദ്രമന്ത്രിയും സിറ്റിംഗ് എംപിയും MLAയും ഏറ്റുമുട്ടുന്ന മണ്ഡലമായ ആറ്റിങ്ങൽ വമ്പന്മാരെ അട്ടിമറിക്കുന്നതിൽ ഒരു മടിയും കാണിച്ചിട്ടില്ല. ആർ ശങ്കർ തുടങ്ങി ഇങ്ങോട്ട് വയലാർ രവി, സുശീല ഗോപാലൻ, MM ഹസൻ, MI ഷാനവാസ്, തലേക്കുന്നിൽ ബഷീർ, A സമ്പത്ത് എന്നിവരെല്ലാം ആറ്റിങ്ങലിൽ അടിതെറ്റി വീണിട്ടുണ്ട്. ഇക്കുറി ത്രികോണ മത്സരമായി മാറിയ ആറ്റിങ്ങലിൽ താമര വിരിയുമോ എന്ന ചോദ്യമാണ് ശക്തമായി ഉയരുന്നത്. കൈവിട്ടുപോയ ചുവപ്പുകോട്ട CPMന് മടക്കിയെടുക്കാനാകുമോ? പിടിച്ചെടുത്ത ചുവപ്പുകോട്ട കൈപ്പത്തിക്ക് നിലനിർത്താനാകുമോ?